ഗൈസ് ബാക്ക് ടു അനദർ വീഡിയോ ഡോക്ടർ ലവ് 80 നമ്മുടെ ഫ്രീ ഫയറിലോട്ട് OP45 അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിലോട്ട് ഓൾഡ് പീക്ക് നമുക്ക് ഓൾഡ് സാധനങ്ങളൊക്കെ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഒരു ലൈക്ക് അടിച്ച് വെച്ചേട്ടോ. അത് ഇത് നാലുമാണ് നമ്മുടെ ഗെയിമിന് അപ്ഡേഷന് ശേഷം വരാൻ പോകുന്ന 4 കാര്യങ്ങൾ. ഒരു വെഹിക്കിൾ വരുന്നുണ്ട്, അതിനൊക്കെ ഒരു ലേഡി ക്യാരക്ടർ വരുന്നുണ്ട്, അതിനൊക്കെ ഒരു പുതിയൊരു മോഡ് നമ്മുടെ CS ആഡാക്കാൻ പോകുന്നത്. എത്ര പേർക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല ഗൈസ്. അതിന് പുറമെ നമ്മുടെ ഗ്ലൈഡറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് തിരിച്ചാടാൻ പോവാണ്. കുറെ പ്ലേസിന് ഇപ്പൊ തന്നെ സന്തോഷിക്കണം, ഉറപ്പായിട്ടും വരും. അടുത്തതായിട്ട് നമ്മുടെ ഫ്രീ ഫയറിൽ വരാൻ പോകുന്ന ഒരു മോഡാണ് FPP മോഡ് എന്ന് പറയുന്ന ഈ ഒരു മോഡ്. അപ്പോൾ ഈ ഒരു മോഡ് എങ്ങനെയായിരിക്കും കളിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫ്രെയിമിലേക്ക് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ CS ഇങ്ങനൊരു ഫ്രെയിമിൽ കളിക്കാൻ പറ്റുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അതുകൂടാതെ ഈ ഒരു മോഡ് നമ്മുടെ ക്രാഫ്റ്റ് ലാൻഡ് മാപ്പിലുണ്ട് കേട്ടോ. വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഫ്രീ ഫയറിലോട്ട് വരാൻ പോകുന്ന ഒരു ലേഡി ക്യാരക്ടറാണ് ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. കണ്ടാൽ തന്നെ ഒരു മന്ത്രവാദ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിന്റെ എബിലിറ്റിയും കാര്യങ്ങളൊന്നും ഇതുവരെ ഫിക്സ് ആയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അഡ്വാൻസ് അവർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. എന്നാലൊന്ന് പ്രെഡിക്ഷൻ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇടയ്ക്ക് വെച്ചൊരു ക്യാരക്ടർ വരുമെന്ന് പറഞ്ഞായിരുന്നു. ആ ഒരു ക്യാരക്ടറിന്റെ എബിലിറ്റി ഉണ്ടല്ലോ, നമ്മുടെ ടീമിന് ഒരു വള്ളി കണക്ക് ഒരു സാധനം പോയിട്ട് ചിരി കയറുന്നു. ആ ഒരു എബിലിറ്റി തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും. അപ്പോൾ ഈ ഒരു എബിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ എന്തായാലും ഒരു ആക്റ്റീവ് സ്കില്ലാണ് കേട്ടോ ഈ ഒരു ക്യാരക്ടറിനുള്ളത്. അതും കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. അപ്പോൾ അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ മുഖ്യമായിട്ടൊരു കാര്യമാണ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് അടുത്തതായിട്ട് 7th ആനിവേഴ്സറി വരാൻ പോവാണ്. അതിനകത്താണെങ്കിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഗ്ലൈഡറും കാര്യങ്ങളൊക്കെ റിട്ടേൺ വരാൻ പോകുന്നതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും തിരിച്ചു വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഫ്രീ ഫയറിലെ 7th ആനിവേഴ്സറിക്ക് ഒരു എവോ വണ്ടിയിൽ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ അതിന്റെ ബ്ലൂ പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കാണിച്ചിരിക്കുന്നത്. നമ്മൾ തംബ്ലൈനും കാര്യങ്ങളൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലൂ പ്രിന്റിൽ ഒരുമാതിരി തോന്നിയാലും ഈ ഒരു വണ്ടിയിൽ വരാൻ നേരത്ത് വേറെ ലുക്ക് ആയിരിക്കും കാണാൻ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ 4ാമത് വരാൻ പോകുന്ന വെച്ചാൽ ഒരു വെഹിക്കിളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിലാണ് നമ്മൾ ട്രോണിനെ കണക്ക് ഇരിക്കുമെങ്കിലും ഇത് നൈസായിട്ട് തലക്കൊണ്ട് ഓടുന്നത് തന്നെയാണ്. ഇതിന് വീലും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വെഹിക്കിൾ കാണാൻ വേണ്ടി കുറച്ച് വ്യത്യസ്തമായിട്ടുണ്ട്. അപ്പോൾ കുറേ പ്ലേസിന് ആഗ്രഹം കാര്യങ്ങളൊക്കെയാണ് ഇത് വരാൻ നേരത്തെ ഇത് ഓടിക്കാൻ തന്നെ. അത് കണക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ഇതിന് 2 സീറ്റാണുള്ളത്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അത് കണക്ക് നമ്മുടെ ഫ്രീ ഫയറിനെ പറ്റി കുറേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീഡിയോ ചെയ്തിട്ടില്ല. ചെയ്യണോ വേണ്ടോ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ അത് വേണമെങ്കിൽ ചെയ്യാം.